കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയിയുടെ മരണം വല്ലാതെ ഒരു ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് ബിസിനസ് ലോകത്ത്. ആദായനികുതി അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിൽ നിന്നുള്ള സമ്മർദ്ദമാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് സഹോദരൻ CJ ബാബു. ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുള്ളതായി കുടുംബത്തിന് അറിയാമായിരുന്നു. മറ്റു ഭീഷണികളൊന്നും റോയിക്കില്ലായിരുന്നുവെന്നും CJ ബാബു പറഞ്ഞു. കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് പോലീസിൽ പരാതി നൽകി. കേരളത്തിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. റോയിയുടെ സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും. ബന്ധുക്കൾ വിദേശത്ത് നിന്നെത്താൻ വൈകുന്നതിനാലാണ് സംസ്കാരം മാറ്റിയിരിക്കുന്നത്. സഹോദരന്റെ പ്രതികരണമുണ്ട്, കേൾക്കാം. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നിരുന്നത്. അവർ 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആൾ പോയി. അത് ആയിരിക്കാം, വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോൾ ഞാൻ ഫാമിലിയെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ. ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. ദീപക് മോഹനും അർജുൻ കല്യാണും ബാംഗ്ലൂരുവിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ഇപ്പോൾ അഖിൽ ദേവ് നമുക്കൊപ്പമുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പിൽ റോയിയുടെ ഒപ്പമുണ്ടായിരുന്ന ആളാണ് അഖിൽ, നമസ്കാരം. കണ്ടോളൻസസ് അറിയിക്കുന്നു. നമ്മളെല്ലാവരും ഞെട്ടലിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. അഖിൽ എപ്പോഴാണ് റോയിയുമായി സംസാരിച്ചത് അവസാനം? ഒരു 4 days ബിഫോർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഫ്ലൈറ്റിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് ഫിനോറിൽ ഫംഗ്ഷൻ നടക്കുന്നത്, നാളെ 3 മണിക്ക്. ഇപ്പം കൊച്ചിയിൽ നിന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്ലൈറ്റിലാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ആ സംസാരിക്കുന്ന സമയത്ത് ഈ IT റെയ്ഡിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കാര്യം ഒരു പ്രൊഹിബിറ്ററി ഓർഡർ IT ഇഷ്യൂ എന്ന് പറയുന്നത് ഈ മാസം തുടക്കത്തിൽ ഉണ്ടായതാണ്. ഓക്കെ, അപ്പം ആളുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നമ്മൾ കോൺഫിഡ് ഡേ ഒക്കെ 12-ാം തീയതി ഫെബ്രുവരി 12 നടത്താൻ വരെ ഇരുന്നതാണ്. അപ്പം അതിന്റെ സംബന്ധമായിട്ട് പെട്ടെന്ന് ഒരു ഡൗണിങ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിപ്പോൾ പേഴ്സണലി വർഷങ്ങളായിട്ട് ഞാൻ കൂടെയുള്ള ഒരു വ്യക്തി കൂടിയാണ്. പക്ഷെ അത്രയും ലൈഫ് എൻജോയ് ചെയ്ത് വളരെ സ്ട്രൈറ്റ് വേയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല വളരെ കോൺഫിഡന്റ്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നേരിടുന്ന ഒരാൾ കൂടിയാണ്. അതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. അതെ. ഇതിൽ എന്താ സംഭവിച്ചാൽ റോയേട്ടന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം ഹൈലി സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാല് ഇത്രയും സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാളെ കണ്ടിട്ടില്ല. അപ്പൊ അത് ഹൈലി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന സമയത്ത് ആ മൊമെന്റിൽ എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനം അദ്ദേഹം എടുത്തു പോയതായിരിക്കാം. ഈ IT ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും ഇങ്ങനെ മോശമായി പെരുമാറുന്നു, അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. IT-യുടെ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് അറിയായിരുന്നു. IT സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, അതിൻ്റെതായിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഈവൻ ഓഫീസിലാണെങ്കിലും കോൺസുലന്റിന്റെ ഇവിടുത്തെ കേരള ഓഫീസിലാണെങ്കിലും അതൊക്കെ നമുക്ക് സോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അതായത് ഒരു പ്രകോപനമില്ലാതെ എന്തായാലും റോയി ഇത് ചെയ്യില്ല എന്നത് ഉറപ്പാണ്. അല്ല അത് അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായ ഒരു പ്രഷർ അതായിരിക്കും 100%. അല്ലാതെ നമുക്ക് അതൊക്കെയാണ് അത്രയും മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ ഒരു തീരുമാനം അത് എടുക്കണമെങ്കിൽ അത്രയും അങ്ങനത്തെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാതെ അത് എടുക്കത്തില്ല. അത്രയും അദ്ദേഹത്തിന് ആളുടെ ഒരു വിൽ പവർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു റോൾ മോഡലായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അത്രയും സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ ഒരു ആന കുത്തിയാൽ അനങ്ങാത്തൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അത്രയും ഒരു ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. അതന്നെയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ബ്രദറും പറഞ്ഞിരിക്കുന്നത്. കുടുംബാംഗങ്ങളും അതന്നെയാണ് അതിന്റെ അടുത്ത അന്വേഷണം വേണം. അവസാനം സംസാരിക്കുന്ന സമയത്തെ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് തന്നെയല്ലേ സംസാരിച്ചത്? കഴിഞ്ഞ ഇപ്പം 2 ദിവസം മുമ്പ് എന്റെ സുഹൃത്ത് റിയാസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കണ്ടിരുന്നു, ദുബായിൽ വെച്ചിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഫേസ് ഒന്ന് ഒരു പഴയ ഒരു എനർജി ഇല്ലാത്തൊരു സിറ്റുവേഷൻ പോലെ തോന്നിയിരുന്നു, കുറച്ചൊരു ഡള്ളായി. അപ്പൊ ഞാൻ ചോദിച്ചു റിയാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ റിയാസ് എന്നോട് പറഞ്ഞു പേഴ്സണലി അതിൽ ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, റോയേട്ടൻ ഓക്കെ ആണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. സംസാരിക്കുന്ന സമയത്തും അതിന്റെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ കൂടുതലായിട്ട് ടെൻഷൻ എന്തുണ്ട് പറഞ്ഞിട്ടില്ല.
നാളെയാണ് ഇപ്പോൾ ഫ്യൂണറൽ നാളെ 3 മണിക്കാണ് ഫംഗ്ഷൻ. വിദേശത്ത് നിന്ന് ബാക്കി വൈഫൊക്കെ എത്തിയില്ലേ തിരിച്ച്? ഫാമിലി എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്, ഞാൻ പോവാണ് അങ്ങോട്ട്. കഴിയുമെങ്കിൽ വൈകുന്നേരം ഒന്ന് വരണം, കാരണം നമുക്ക് ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമല്ലോ. ഞങ്ങൾ വിളിക്കാം. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞുള്ള അപ്ഡേഷൻസ് തരാം. താങ്ക് യു അഭിൽ. ശരി. നമുക്കിപ്പം അഭിലാണ്. അഭിൽ റോയിക്കൊപ്പം ഉണ്ടായിരുന്നയാളാണ്. 4 ദിവസം മുമ്പ് പോലും അഭിലിനെ ഈ റോയി വിളിച്ചിരുന്നു. റോയി അവരെ സംസാരിച്ചിരുന്നു. IT-യുടെ ചില ഇഷ്യൂസ് ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതൊക്കെ രേഖകൾ കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ ദുബായിലൊരു വലിയ ഒരു പ്രോപ്പർട്ടി ഷോ പോലെ, അതായത് പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു പദ്ധതിയുണ്ട്, പ്രിൻസ്റ്റിൻ പദ്ധതി. അവിടുന്ന് ദുബായിൽ നിന്നുള്ള നിക്ഷേപകർ കൂടി അതിൽ പങ്കാളികളാണ്. കാര്യം റോയിൽ നിക്ഷേപിച്ചാൽ പൂർണ്ണ വിശ്വാസമുണ്ട് ആളുകൾക്ക് എന്നുള്ളതാണ്. കൃത്യസമയത്ത് ഡെലിവറി, വളരെ കൃത്യമായി ലാഭവിഹിതം ഒക്കെ കൊടുക്കുന്ന റോയിയെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ഒരാൾക്ക് പോലും ഇതുവരെയും പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കിപ്പം അർജുൻ കല്യാടുണ്ട്, സഹോദരൻ്റെ അർജുൻ കല്യാട് ഇപ്പോൾ വീട്ടിലുണ്ട്. ഒപ്പം തന്നെ ദീപക് മോഹനും ആശുപത്രിയിൽ നിന്ന് നമുക്കൊപ്പം ചേരും. നമ്മൾ നേരത്തെ കോർപ്പറേറ്റ് ഓഫീസിലും പോയിരുന്നു. ഞാൻ ആദ്യം ദീപക്കിലേക്കൊന്ന് പോകുന്നു. ദീപക്, ഇപ്പോൾ നമ്മൾ അഭിലുമായി സംസാരിക്കുകയായിരുന്നു. സംസ്കാരം ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത്, പക്ഷേ നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അഭിലും പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഇന്ന് പൊതുദർശനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ദീപക്? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ അറേഞ്ച്മെന്റ്? അരുൺകുമാർ, അതായത് നേരത്തെ അറിയിച്ചിരുന്നത് ഇന്ന് സംസ്കാരം വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ്. എന്നാൽ വിദേശത്ത് നിന്നും ഒപ്പം കേരളത്തിൽ നിന്നുമൊക്കെ ബന്ധുക്കൾ എത്തേണ്ടതുകൊണ്ട് നാളെ വൈകിട്ട് 3 മണിയോടുകൂടി സംസ്കാരം നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി ഈ ബൗറിംഗ് ആശുപത്രിയിലേക്ക്, ഇവിടെയാണ് CJ റോയിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനുള്ളിൽ നടക്കും. പുലർച്ചയോടുകൂടിയാണ് റോയിയുടെ ഭാര്യയും മക്കളും ഇവിടെ എത്തി മൃതദേഹം കണ്ടതും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള അനുമതിക്കായിട്ടുള്ള കത്തിൽ ഒപ്പിട്ട് നൽകിയതും. 5 അംഗ പ്രത്യേക ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തിനാണ് പോസ്റ്റ്മോർട്ടം ചുമതല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് സഹോദരൻ CJ ബാബുവിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. അവിടെ 1 മണി മുതൽ പൊതുദർശനം ഉണ്ടാകും. രാജ്യത്തെ തന്നെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഉടമയായ റോയിയുടെ ആത്മഹത്യയിൽ ആദായനികുതി വകുപ്പിനെയും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കർണാടക സർക്കാർ. ആദായനികുതി വകുപ്പിൽ ഇന്നലെ എത്തിയ ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ചു വരുത്തി വിശദമായ മൊഴിയെടുക്കും. അതോടൊപ്പം കുടുംബത്തിന്റെ മൊഴിയെടുക്കും. നേരത്തെ കോൺഫറൻസ് ഗ്രൂപ്പ് പരാതി നൽകിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. ഇന്നലെ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. കൂടുതൽ വിശദമായ പരിശോധന നടത്തി. ഇന്നലെ രാത്രി ഫോറൻസിക് ടീം അംഗങ്ങൾ അടക്കമുള്ള ആളുകളും ഈ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ പരിശോധന നടത്തി. ഇന്നിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക. കോറമംഗലയിലുള്ള സഹോദരന്റെ വീട്ടിലായിരിക്കും പൊതുദർശനം നടക്കുക. അതിനടുത്ത് തന്നെയുള്ള ഒരു ദേവാലയത്തിലാണ് നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് പറഞ്ഞത്. അല്പം മുൻപ് റോയിയുടെ സഹോദരൻ ഇവിടെ എത്തി മൃതദേഹം കണ്ടതിന് ശേഷമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിന് കാരണം എന്നുള്ളതാണ്. അന്വേഷണ ഏജൻസിയിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട റോയി അത് കുടുംബാംഗങ്ങളോട് ഈ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. പ്രധാനമായും പറയുന്നത് അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിൽ നിന്നാണ് സമ്മർദ്ദം ഉണ്ടായത് എന്നാണ്. ഏതായാലും ഇന്നിപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുക. അതിനുശേഷമായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. അരുൺ, ഓക്കെ, ഇപ്പോൾ ദീപക് CJ റോയിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ആശുപത്രിയിലാണ് ഉള്ളത്. ദീപക്, അർജുൻ കല്യാട് ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫീസിൽ തന്നെയുണ്ട്. അർജുൻ കല്യാട്, ഈ ഓഫീസിൽ വെച്ചാണ് ഇന്നലെ ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. 3 മണിക്ക് 3:15 ഇടയ്ക്ക് നമ്മളിപ്പോൾ അഭിലിനോട് സംസാരിച്ചു, സഹോദരനോട് സംസാരിച്ചു. സഹോദരൻ്റെ പ്രതികരണം നമുക്ക് കിട്ടി. ഈ കസ്റ്റംസിന്റെ അഡീഷണൽ കമ്മീഷണറായ കൃഷ്ണപ്രസാദിനെതിരെയാണ് മൊഴി വന്നിരിക്കുന്നത്. 8 അംഗ സംഘമാണ്, കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് അവിടെ അന്വേഷണത്തിന് പോയത്. IT ഉദ്യോഗസ്ഥർ പോയിരിക്കുന്നത്, അതായത് കർണാടകയിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി കേരളത്തിൽ നിന്നുള്ള IT സംഘത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു കാര്യം. IT ഉദ്യോഗസ്ഥർ ചോദിച്ച ചില ചോദ്യങ്ങൾ, ചില രേഖകളൊക്കെ നേരത്തെ അവർ ലോക്കറിൽ വെച്ചിരുന്നു. ഒരു പ്രൊഹിബിഷൻ ഓർഡർ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് പിടിച്ചെടുത്ത രേഖകൾ റോയി തിരിച്ചു വന്ന് വിശദീകരിക്കുന്നത് വരെ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലായിരിക്കും. റോയി ദുബായിൽ നിന്ന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയാണ് ഈ ചോദ്യം ചെയ്തിരുന്നത്. 2-3 ദിവസമായി കസ്റ്റംസ് അധികൃതർ ഈ കോർപ്പറേറ്റ് ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന വിവരം തന്നെയല്ലേ നമുക്ക് ലഭിക്കുന്നത്? അർജുൻ കല്യാൺ,
ഡോക്ടർ തീർച്ചയായിട്ടും 3 ദിവസമായി ഈ പറയുന്ന ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തുകയായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഈ പറയുന്ന ശാന്തിനഗറിലെ ഓഫീസിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അവർ തുടർച്ചയായ രീതിയിൽ തന്നെയുള്ള പരിശോധനയായിരുന്നു. നമ്മൾ എന്തായാലും ഇത് മനസ്സിലാക്കുന്നത് റോയിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉയർത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ തുടർച്ചയായ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ, തുടർച്ചയായ രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ഈ പറയുന്ന ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് പോലുമുള്ള പ്രതികരണങ്ങൾ. ആ തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ 3 ദിവസം തുടർച്ചയായ രീതിയിലുള്ള ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഇവിടെ നടക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട എല്ലാ ബിസിനസ് സംരംഭങ്ങളുടെ പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന കർണാടകയിലെയും ബംഗളൂരുവിലെയും ഉദ്യോഗസ്ഥരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ട് കൊച്ചിയിൽ ഓഫീസിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പരിശോധനയ്ക്ക് എത്തി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം, പ്രധാനപ്പെട്ട ഒരു ദുരൂഹതയൊക്കെ കുടുംബവും ജീവനക്കാരും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് പോലും എത്തുമ്പോൾ ബാംഗ്ലൂരുവിലുള്ള ഒരു ഉദ്യോഗസ്ഥർ പോലും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇവരെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇനി അറിയേണ്ടത്. അതിന് പുറമെ റോയിയുടെ കഴിഞ്ഞ നവംബറിൽ ഉൾപ്പെടെ ചില സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില പരിപാടികളൊക്കെ നടത്തിയിരുന്നു. അതും ഈ പരിശോധനയിൽ പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആ തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ ഈ നവംബർ മാസം നടന്നിട്ടുള്ള സിനിമാ താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി റോയി വിദേശത്ത് വെച്ച് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണോ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിച്ചത് തുടങ്ങിയിട്ടുള്ള സംശയങ്ങളും ഒരു ഭാഗത്ത് പ്രധാനമായി ബലപ്പെടുന്നുണ്ട്. അതിന് പുറമെ ഇന്നലെ ഈ പറയുന്ന 8 ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് ഈ റോയി തൻ്റെ സഹോദരനോട് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഐ ആം ഇൻ ഡീപ് ട്രബിൾ എന്നുള്ളതായിരുന്നു റോയി മെസ്സേജ് അയച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ കാണാമെന്ന് റോയിയുടെ സഹോദരൻ ബാബുവിനോട് സംസാരിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ബാബു അതിനു മുമ്പ് തന്നെ പൂർത്തിയാക്കുകയും ചെയ്തതാണ്. പക്ഷേ എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ സമ്മർദ്ദം താങ്ങാൻ വേണ്ടി കഴിയാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു കടുങ്കയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ പറയുന്ന കുടുംബം ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ഇപ്പോഴും മറ നീങ്ങാതെ നിൽക്കുന്നത് ഒരുപാട് ദുരൂഹതകളാണ്. അതിനകത്ത് ഉൾപ്പെടെ അന്വേഷണങ്ങൾ നടക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം വലിയ വ്യവസായ പ്രമുഖൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇത്ര കോർപ്പറൽ ഓഫീസേ കോൺഫിഡന്റ് കോർപ്പറൽ ഓഫീസിൽ പോലീസിന്റെ സുരക്ഷ എന്തെങ്കിലും ഉണ്ടോ? അവിടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അവിടെ ജീവനക്കാർ വരുന്നുണ്ടോ പതിവ് പോലെ? ഡോക്ടർ അതായത് ഇവിടെ നിന്നും അല്പദൂരം, അതായത് ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഈ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ ശാന്തിനഗറിന്റെ ഉൾഭാഗത്തേക്ക്, അതായത് ഈ പറയുന്ന കോൺഫിഡന്റ് ഓഫീസിന്റെ പുറകുവശത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നേരത്തെ തന്നെ, അതായത് ഇന്നലെ രാത്രി തന്നെ അവിടെ പോലീസിന്റെ ഒക്കെ കാവലുണ്ട്. ആ മേഖലയിൽ ആകെ തന്നെ പോലീസിന്റെ ഒരു ബന്ദോബസ്ത് ഉൾപ്പെടെ ഉണ്ട്. നിലവിലിപ്പോൾ എന്തായാലും അശോക് നഗർ പോലീസാണ് അവിടെ ഇതിന്റെ സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും ഫോറൻസിക്കിന്റെ സംഘം ആ പറയുന്ന കോർപ്പറേറ്റ് ഓഫീസിനകത്ത് പരിശോധനകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അത് കൂടുതൽ വിശദമായ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും ഒക്കെ കടക്കുമെന്നുള്ളത് വളരെ പ്രധാനമായി നമ്മൾ നോക്കുകയാണ്. താങ്ക് യു അർജുൻ. താങ്ക് യു ദീപക്. അർജുനും ദീപക്കും ബംഗളൂരുവിൽ തന്നെ തുടരുകയാണ്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്.